ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നവർക്ക് കേരളത്തിൽ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡാണ് ഇന്നത്തെ വീഡിയോ. ഹലോ, എന്റെ പേര് റിനോ ഫിലിപ്പ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഓൺലൈൻ വഴി എങ്ങനെ പാസീവ് ഇൻകം അല്ലെങ്കിൽ സെക്കൻഡ് ഇൻകം ഉണ്ടാക്കാം എന്നതിനെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ കമ്മ്യൂണിറ്റിയുടെ പേരാണ് സ്മാർട്ട് മൈൻഡ് ലൈഫ് സ്റ്റൈൽ. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. 2019 മുതൽ 23 കാലഘട്ടത്തിൽ ഏകദേശം 5 ലക്ഷം മലയാളികൾ വിദേശത്ത് നിന്ന് മടങ്ങി വന്നു എന്നുള്ളതാണ് നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു വാർത്ത. പല ഒഫീഷ്യൽ വിവരങ്ങൾ അനുസരിച്ച് തിരിച്ചു വന്ന പല ആൾക്കാർക്കും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം തുടർന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നാം അറിയുന്ന ഒരു കാര്യം. ഗൾഫിൽ അനേക വർഷങ്ങൾ ജോലി ചെയ്തു, 15-20 വർഷക്കാലം ജോലി ചെയ്തു. അവര് അന്ന് ഉണ്ടാക്കിയ സേവിങ്സ് കൊണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ ഇവിടെ ആരംഭിച്ചു. എന്നാൽ അത് പലതും ശരിയായ രീതിയിൽ അവർക്ക് ഉണ്ടാക്കുവാൻ, തുടർന്ന് ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കാതെ നഷ്ടപ്പെട്ടു. തിരിച്ചു വന്നത് കാരണം അവരുടെ ജോലിയും പോയി, കയ്യിൽ ഉണ്ടായിരുന്ന രൂപയും പോയി. അങ്ങനെ കടന്നു പോകുന്ന അനേകരെ കുറിച്ച് നാം കേൾക്കാറുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നവർക്കും ഇനി തിരിച്ച് മടങ്ങി വരുവാൻ താല്പര്യമുള്ളവർക്കും എങ്ങനെ നാട്ടിലിരുന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാം, എങ്ങനെ ഒരു പാസീവ് ഇൻകം, അത് നാളെ നിങ്ങൾക്ക് അതൊരു പാസീവിന് പകരം ഒരു ഫുൾ ഫ്ലെജ് ഇൻകം ആക്കാൻ സാധിക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോസ് ആണ് ഇന്ന് ഞാൻ സംസാരിക്കുവാൻ പോകുന്നത്. നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്. ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, പക്ഷേ ഇത് റിയാലിറ്റിയാണ്. സൗദിയുടെ വിഷൻ 2030 കുറിച്ച് നാം എല്ലാവരും കേട്ടിട്ടുണ്ട്. അവരുടെ ലോക്കലൈസേഷൻ, അവിടുത്തെ ആൾക്കാർക്ക്, സൗദി നിവാസികൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം. മറ്റ് എക്സ്പാട്രിയാറ്റ്സിന് അതിനുള്ള അവസരങ്ങൾ കുറയ്ക്കണം. ഇത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു, നാം പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. മറ്റ് UAE തുടങ്ങിയുള്ള രാജ്യങ്ങളിൽ നാം കാണുന്നതാണ്, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, ബംഗ്ലാദേശ്, ഫിലിപ്പീൻസ് തുടങ്ങിയുള്ള രാജ്യക്കാർക്ക് ശമ്പളം വളരെ കുറച്ച് മാത്രം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മലയാളികളുടെ ആ ഇൻകം മാച്ച് ചെയ്യുവാൻ പല കമ്പനീസിനും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ അവസരങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള അവർക്ക് ലേക്ക് പോകുന്നു. മറിച്ച് മലയാളികൾ, നമ്മൾ വളരെ കഴിവുള്ളവരാണെങ്കിൽ പോലും നമ്മുടെ ആ വരുമാനത്തിനനുസരിച്ച് നൽകുവാൻ അവർ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അവസരം പലപ്പോഴും കുറഞ്ഞു പോകുന്നു. അതുപോലെ മറ്റു രാജ്യങ്ങളിൽ അവരുടെ ഓയിൽ വരുമാനത്തിന് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുമ്പോൾ ഒരു സാലറി കട്ടും ജോബ് കട്ടും നാം അനേക വർഷങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതെല്ലാം നമ്മുടെ ഒരു സാധാരണ മലയാളിയെ ആണ് അത് ബാധിക്കുന്നത്. നമുക്ക് കഴിവുണ്ടെങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ കാരണം കൊണ്ടല്ലാത്തത് കൊണ്ട് തന്നെ പല സാഹചര്യങ്ങളാൽ നമ്മുടെ ജോലിയെ, നമ്മുടെ വരുമാനത്തെയാണ് അത് നേരിട്ടും അല്ലാതെയും ബാധിക്കുന്നത്. ഇനി തിരിച്ച് നാട്ടിൽ വന്നാലും ഞാനൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാം, അല്ലെങ്കിൽ ഞാനൊരു സർവീസ് ബിസിനസ് ആരംഭിക്കാം. ഇതിനുള്ള സാഹചര്യം എങ്ങനെയാണ്? എത്രമാത്രം കോമ്പറ്റീഷൻ ഇന്ന് വർദ്ധിച്ചിരിക്കുന്നു നമുക്ക് തന്നെ അറിയാം. നാം എവിടെ വ്യത്യസ്തനായി നിൽക്കും? നമ്മുടെ വരുമാനം, നാം സമ്പാദിച്ചതായിട്ടുള്ള വരുമാനം എങ്ങനെ നമ്മൾക്ക് ഒരു റവന്യൂ ജനറേഷൻ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ഒരു വളരെ കൺഫ്യൂഷൻ പല ഗൾഫ് റിട്ടേൺ ആകുന്ന ആൾക്കാർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ട്രഡീഷണൽ ബിസിനസിന്റെ സ്കോപ്പ് വളരെയധികം കുറവായിട്ട് വരുന്നു. ഇന്ന് ഈ കാലത്തിനനുസരിച്ചുള്ള മാറ്റം നാം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ നമ്മൾക്ക് ഇതിൽ വ്യത്യസ്തനാവാനും അതിലൂടെ തന്നെ നമുക്കൊരു റവന്യൂ, നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടിയുള്ള റവന്യൂ ഉണ്ടാക്കുവാനും നമ്മളെ കൊണ്ട് സാധിക്കത്തുള്ളൂ. ഈ കാലത്തിന്റെ ഒരു മികച്ച ഉത്തരമാണ് ഓൺലൈൻ. ഓൺലൈൻ എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ലൊക്കേഷൻ ഡിപ്പെൻഡൻസി ഇല്ല. നാം പണ്ട് കാലം മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ് ഓരോ സ്ഥലങ്ങളിൽ ചെന്നിരുന്ന് ജോലി ചെയ്യുക, അവിടെ ആയിരിക്കുക എന്നുള്ളത്. എന്നാൽ ഓൺലൈൻ എന്നുള്ള ഇന്റർനെറ്റിന്റെയും മറ്റ് സൗകര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നാം കണ്ടുവയ്ക്കുന്ന കാര്യം, നമുക്ക് ഡിപ്പെൻഡൻസി ഇല്ല. നമ്മൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് വിദേശ രാജ്യത്തിലുള്ളവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എവിടെ നിന്നും പ്രവർത്തിക്കുവാൻ സാധിക്കും എന്നുള്ളൊരു വലിയൊരു അഡ്വാൻറ്റേജ് ഓൺലൈൻ ബിസിനസ്സിൽ നമുക്ക് ലഭിക്കുന്നു. മറ്റൊരു മികച്ച ഒരു മൂല്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇതിന് ആവശ്യമില്ല. പലപ്പോഴും നമ്മളൊരു ലോക്കൽ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്കൊരു കടയുടെയും വാടകയുടെയും മുറിയുടെയും ഒക്കെ ആവശ്യം വരുമ്പോൾ, നമ്മൾ ഓൺലൈനിൽ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് തുടക്കത്തിലുള്ള മുതൽ മുടക്ക് വളരെയധികം കുറവാണ്. മുതൽ മുടക്ക് ഇല്ല എന്നതിനേക്കാൾ ഉപരി മറ്റു ബിസിനസ്സിലേക്ക് വേണ്ട മുതൽ മുടക്കിന്റെ അതിന്റെ അത്രയും പോലും നിസ്സാരമായ മുതൽ മുടക്കിലൂടെ തന്നെ നമുക്ക് ആരംഭിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് പലപ്പോഴും പല ആൾക്കാരെയും അട്രാക്ട് ചെയ്യുന്ന ഒരു വലിയ കാര്യം.
നമുക്ക് മൂന്നാമതായിട്ട് ചിന്തിക്കാവുന്ന ഒരു കാര്യം ഇത് സ്കെയിലബിലിറ്റിയാണ്. പലപ്പോഴും നമ്മളൊരു കടയും മറ്റു കാര്യങ്ങളും വരുമ്പോൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം പലപ്പോഴും പരിമിതമാണ്. അവിടെ ആ നാട്ടിലുള്ള ആ പ്രദേശത്തുള്ള ഏതാനും ചില ആൾക്കാർ മാത്രമാണ് നാം കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ കടയിൽ വരുന്നത്. എന്നാൽ ഓൺലൈനിൽ നമ്മൾ തക്കതായിട്ടുള്ള ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ അതിന് എണ്ണത്തെക്കുറിച്ച് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കത്തില്ല. അത് അനന്തമായി കിടക്കുന്നു. നമ്മുടെ പ്രോഡക്റ്റ് എത്രമാത്രം മികച്ചതാണ് അതിനനുസരിച്ച് കൂടുതൽ ആൾക്കാർ അത് ഓൺലൈൻ യൂട്യൂബ് പോലുള്ള വീഡിയോസിലായാലും മറ്റ് മേഖലകളിലായാലും നമ്മളൊരു സർവീസ് ഓഫർ ചെയ്യുകയാണെങ്കിൽ പോലും അത് എത്രമാത്രം മികവുള്ളതാകുന്നതനുസരിച്ച് നമുക്ക് കസ്റ്റമേഴ്സിന് ഒരു പരിമിതി ഇല്ല. ഗൾഫിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുന്ന ഒരാളുടെ വലിയൊരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യസ്തരായ കൾച്ചറുള്ള ആൾക്കാരുമായിട്ട് ജോലി ചെയ്തുള്ള പരിചയമുണ്ട്. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അത് തീർച്ചയായും മികവുള്ളതാണ്. അത് വെച്ച് തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ബിസിനസ്സിൽ എത്രമാത്രം ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് നിങ്ങളുടെ പ്രത്യേകത. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി 3 ഓപ്ഷൻസിനെ കുറിച്ച് മൂന്ന് വരുമാന സാഹചര്യങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒന്ന് നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ ഉണ്ടാക്കുക, നിങ്ങൾ ഒരു ടെംപ്ലേറ്റ്, ഒരു പ്ലാനർ, ഒരു മെറ്റീരിയൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വ്യത്യസ്തമായ പ്ലാറ്റ്ഫോം ആമസോൺ, എച്ച്സി തുടങ്ങിയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വിൽക്കാം. നിങ്ങളുടെ എക്സ്പീരിയൻസിനെ നിങ്ങൾക്ക് ലാഭകരമാക്കി മാറ്റാം. ചിലപ്പോൾ നിങ്ങൾക്ക് കുക്കിംഗിൽ നല്ലൊരു പരിചയം കാണും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആർക്കിടെക്ചറൽ സ്കിൽ കാണും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാനുഫാക്ചറിങ്ങിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ വാർഡ്രോബിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും. എന്തിനെ കുറിച്ചാണോ നിങ്ങളുടെ സ്കിൽ, നിങ്ങളുടെ എക്സ്പീരിയൻസ്, അത് നിങ്ങൾക്കൊരു നല്ല വരുമാന മാർഗമാക്കാൻ സാധിക്കും. 2 കണ്ടന്റ് ക്രിയേഷൻ. നാം വളരെ നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് യൂട്യൂബ് അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോം വഴി എങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് കുറിച്ച് അറിയുന്നത് നമ്മുടെ കഴിഞ്ഞ അനേക നാളുകളായി നിങ്ങൾ ഗൾഫിൽ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾ പഠിച്ചതും നിങ്ങൾ കണ്ടതും നിങ്ങൾ കേട്ടതും നിങ്ങളുടെ എക്സ്പീരിയൻസ് അത് മറ്റേ ആർക്കുമില്ല. അത് വളരെ മികവുള്ളതാണ്. അതിന് നിങ്ങൾക്ക് എങ്ങനെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ചെയ്യാൻ സാധിക്കും, എങ്ങനെ വെൽത്ത് മാനേജ്മെന്റ് ഇത്രയും നാൾ നിങ്ങൾ അധ്വാനിച്ച രൂപ എങ്ങനെ മാനേജ് ചെയ്യാൻ സാധിക്കും, എങ്ങനെയാണ് നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് ഏത് മേഖലയിലാണോ നിങ്ങളുടെ കഴിവുള്ളത് അതിനെ നിങ്ങൾ ഒരു കണ്ടന്റ് ക്രിയേറ്ററായി മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. മൂന്നാമതായി ഒരു കൊമേഴ്സ് എന്നുള്ളതാണ്. അതിന് വളരെ ഇൻവെസ്റ്റ്മെന്റ് തീർത്തും ഇല്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ഒരു ഫിസിക്കൽ ഒരു ഓൺലൈൻ മെറ്റീരിയൽ അല്ലെങ്കിൽ ഓൺലൈൻ അസറ്റിനെ ഉണ്ടാക്കുന്നു, നിങ്ങൾ അത് പ്ലാറ്റ്ഫോമിലേക്ക് ഇടുന്നു, അത് നിങ്ങൾ ആവശ്യമുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുന്നു. അത് നിങ്ങൾക്ക് തീർച്ചയായും തുടങ്ങാൻ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിൽ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും റിസ്ക് കുറവായി നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആരംഭിക്കാവുന്ന ഒന്നാണ് മൂന്നാമത്തെ ഓപ്ഷൻ. അതായത് നിങ്ങൾ ഒരു ഡിജിറ്റൽ അസറ്റ് ഉണ്ടാക്കുക, അത് മികവുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ കൊണ്ടിടുക, ആവശ്യമുള്ള ആൾക്കാർ അത് മേടിക്കുന്നു, നിങ്ങൾക്ക് സ്ഥിര വരുമാനം നിങ്ങൾക്ക് ഒരു മാസത്തേക്കല്ല ഒരു വർഷത്തേക്കല്ല മറിച്ച് ആജീവനാന്തം ലഭിക്കാവുന്ന ഒരു മേഖലയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകും. ആകെപ്പാടെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ് മികച്ചതായിട്ടുള്ള ആ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു മികച്ച ഒരു അധ്വാനവും ഒരു കഴിവുമാണ്. അത് മനസ്സിലാക്കുക, അതിന് തക്കതായ റിസർച്ച് നടത്തുക, എവിടെയാണ് ഓഡിയൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് നിങ്ങൾക്കുണ്ട് എന്ന് തിരിച്ചറിയുക. അവിടെ നിങ്ങൾ പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പ്രോഡക്റ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വലിയ ഒരു സ്റ്റേബിൾ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഗൾഫിൽ നിന്ന് വന്ന് ഇനി എന്ത് എന്ന് ചിന്തിക്കുകയാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളത്. കാരണം ഈ ചാനൽ നാം പരിചയപ്പെടുത്തുന്നത് എങ്ങനെ പാസീവ് ഇൻകം അല്ലെങ്കിൽ സെക്കൻഡ് ഇൻകം നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഏറ്റവും മിനിമൽ ഇൻവെസ്റ്റ്മെന്റോട് കൂടെ തന്നെ ആരംഭിക്കുവാൻ സാധിക്കും. ആ നിങ്ങളുടെ ഇംഗ്ലീഷ് പഠനമോ നിങ്ങളുടെ ഇംഗ്ലീഷ് കഴിവോ ഒന്നും ഇവിടെ ആവശ്യമില്ല, മറിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ കഴിവ്, നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വരുമാന മാർഗത്തെ കുറിച്ച് തീർച്ചയായിട്ടും പഠിക്കുവാൻ സാധിക്കും. എല്ലാ ആഴ്ചകളിലും നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക, നിങ്ങളുടെ ബെൽ ഐക്കൺ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓരോ പുതിയ വീഡിയോസ് വരുമ്പോഴും ഇതൊരു സീരീസ് ഓഫ് ലേണിംഗ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്, നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ്. അത് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ, എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്ലേസ് ചെയ്യുക. നിങ്ങൾ ഗൾഫിൽ തിരിച്ചു വന്ന വ്യക്തിയാണോ അതോ ഇനി വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ? നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ബിസിനസ് എന്താണ്? അത് നിങ്ങൾക്കുള്ള അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ കമന്റ്സിൽ ഇടുക. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. താങ്ക് യു.